ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പോണത് മൂന്നാക്കപ്പള്ളി കണ്ട. നമ്മൾ വളാഞ്ചേരി അടുത്ത് എടയൂർ സ്ഥിതി ചെയ്യുന്നതാണ് മൂന്നാക്കൽ പള്ളി എന്ന് പറഞ്ഞത്. ഇവിടെ ഒരുപാട് ആളുകൾക്ക് സഹായമായിട്ടുള്ള അരി വിതരണം ചെയ്യുന്ന ഒരു പള്ളി ഇതാണ് കേട്ടോ. മൂന്നാക്കൽ പള്ളിക്ക് പോണ മേലെ പള്ളിയാണ് പ്രധാനപ്പെട്ട പള്ളി. അവിടേക്ക് പോണ സ്ത്രീകൾക്കുള്ള ഒരു വഴിയാണിത്. അത് കഴിഞ്ഞ് തൊട്ടിപ്പുറത്ത് തന്നെ പുരുഷന്മാർക്കുള്ള വഴിയുണ്ട് കേട്ടോ. രണ്ടും സെപ്പറേറ്റ് ആണ് വഴി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നല്ല പോലെ ഇൻ്റർലോക്കൊക്കെ ചെയ്ത് നല്ല വൃത്തിയായി സൂക്ഷിക്കുന്നുണ്ട് കേട്ടോ ഈ ഭാഗത്തൊക്കെ. അപ്പോൾ നമ്മൾ പള്ളിയിലേക്ക് പോകുന്ന വഴിയാണിത്. ഇവിടെ ഇങ്ങനെ പാവപ്പെട്ട ആളുകളൊക്കെ വന്നിരിക്കും. ആളുകളൊക്കെ സഹായം ചെയ്യുന്ന ആളുകളുടെ അതുമായി ജീവിച്ചു പോകുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. ഇത് പള്ളിത്തോടാണ്. ഇവിടെ കബർ ഒരുപാട് പഴക്കമുള്ള ഒരു പള്ളിത്തോടുണ്ട്. ഫ്രണ്ട് ഭാഗമൊക്കെ നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. എപ്പോഴും നല്ല നീറ്റായിട്ടാണ് കിടക്കാറ്. ഇവിടെ പൊന്നിയും കാടൊന്നും കിട്ടി കിടക്കാറില്ല. കാരണം മറ്റു ഇഴജന്തുക്കളൊക്കെ ഇവിടെ വരുന്ന ആളുകളെ ഉപദ്രവിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ തന്നെ കൊണ്ടു നടക്കുന്നുണ്ട്. ഇപ്പം അടുത്ത കാലത്താണ് വഖഫ് ബോർഡ് ഏറ്റെടുത്തിട്ടോ ഈ പള്ളി. ഇവിടുത്തെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ കാരണം വഖഫ് ബോർഡാണ് ഇപ്പോൾ ഏറ്റെടുത്ത് കൊണ്ടു നടക്കുന്നത് പള്ളി. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെതായ രേഖകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അരി കൊടുക്കുക, അരി നേർച്ചയാക്കി അരിയൊക്കെ ഇവിടെ ഏൽപ്പിക്കുന്നതിനൊക്കെ രേഖകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കറക്റ്റായിട്ട്. പഴയ കാലത്തൊക്കെ അതിലൊക്കെ വലിയ അഴിമതികളൊക്കെ നടന്ന കാരണമാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. പള്ളി പരിസരത്തുള്ള അന്ത്യവിശ്രമം കൊള്ളുന്നവർക്ക് സലാം പറയുക. അസ്സലാമു അലൈക്കും ദാരകൗമൽ മുഅ്മിനീ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലായിഖൂൻ എന്നാണ് എൻ്റെ പൂർണ്ണമായിട്ടുള്ളത് വരുന്നത്. അപ്പോൾ അത് ചെല്ലിയതിനു ശേഷം ഇവിടെ പ്രത്യേകിച്ചൊരു ആളുടെ മക്ബറ അല്ലെങ്കിൽ അങ്ങനെയുള്ള പച്ച വിരിച്ച അങ്ങനെ ഒരു ഇതൊന്നുമില്ല. ഇവിടെ ഒരു ചെറിയ കെട്ടിൻ്റെ ഉള്ളിൽ 2 ഖബറിസ്ഥാനുണ്ട്. അത് ആരുതാന്നുള്ള വ്യക്തമായിട്ടൊന്നുമില്ല. പഴയ കാലത്ത് അവിടെ ഉണ്ടായതുകൊണ്ട് അത് കെട്ടി ഒരു നല്ല രീതിയിൽ നിർത്തിയെന്നുള്ളൂ. പ്രത്യേകിച്ച് പിന്നെ ചില ആളുകളൊക്കെ അവിടെ വന്ന് പ്രാർത്ഥിക്കണ കാര്യമായിട്ട് ആരും അങ്ങനത്തെ ഒരു പ്രാർത്ഥന ഒന്നുമില്ല. പള്ളിയുടെ ഉള്ളിലാണ് മെയിനായിട്ട് വരുന്നത്. ഈ പള്ളിക്കാണ് പ്രാധാന്യം. ഒരുപാട് പഴക്കം ചേർന്നൊരു പള്ളിയാണ്. പള്ളിയിലേക്ക് നമ്മൾ അംഗശുദ്ധി വരുത്തി ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നേരെ ചെല്ലുമ്പോൾ നമുക്കൊരു നിലവിളക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മുകളിലോട്ടൊരു കോണി, പഴയ കാല കോണി ഉണ്ട്. ആ കോണി കയറി ചെന്ന് കഴിഞ്ഞാൽ ഒരു മച്ചും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഏരിയയാണ്. അത് കഴിഞ്ഞ് നേരെ ഉള്ളിലോട്ട് ഇപ്പോൾ CCTV കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല സുരക്ഷിതത്വമാണ്. ഉള്ളിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ പഴയ കാല ഒരു പള്ളിയുടെ ഉൾഭാഗം പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. അത് അതിൻ്റെതായ തനിമ തന്നെ നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ട്. ആ മിമ്പറാണെങ്കിലും അതുപോലെ തന്നെ ഒരു ഭാഗങ്ങളാണെങ്കിലും അത് മുകളിലെ പിന്നെ മച്ചാണെങ്കിലും ഒക്കെ നല്ല അതേപോലെ തന്നെ നിലനിർത്തി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ അവിടെ പ്രാർത്ഥന നടത്തി നമുക്ക് വേണ്ടതായ രൂപത്തിലുള്ള നമ്മുടെ ആവശ്യങ്ങളൊക്കെ പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ച് പിന്നെ ആ പള്ളിയിൽ നിന്ന് പോരാ ഒരു പഴക്കം ചെന്ന പള്ളി എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ പ്രത്യേകിച്ച് ഒരു ആൾക്ക് വേണ്ടി അവർക്ക് വേണ്ടി അങ്ങനെ പ്രത്യേക പ്രാർത്ഥനകളൊന്നുമില്ല. ഈ പ്രാർത്ഥന കഴിഞ്ഞ് നമ്മൾ നേരെ താഴേക്ക് പോരാൻ കേട്ടോ. ഇവിടെ ഈ പള്ളിയുടെ പരിസരത്തുള്ള ആളുകളൊക്കെ അവരവർക്ക് എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ വരുന്ന സമയത്ത് നേർച്ചയാക്കും. അരിഞ്ചാക്കൊക്കെ നേർച്ചയാക്കിയിട്ട് ആ അരിഞ്ചാക്ക് ഈ പള്ളിയിൽ കൊണ്ടുവന്നിരിക്കും. ഇവിടെ നിന്നും ഈ ആഴ്ചയിൽ ഒരു ദിവസം ഈ അരി 5 കിലോനും 10 കിലോനൊക്കെ ആയിട്ട് ഈ പള്ളി പരിസരത്തുള്ള മുസ്ലിമായാലും അമുസ്ലിമായിട്ടുള്ള ആളുകളായാലും പാവപ്പെട്ട ആളുകൾ കിട്ടും. അതൊരു മതവിഭാഗത്തിൻ്റെ പ്രത്യേകത ആളുകൾക്ക് മാത്രമല്ല, എല്ലാവർക്കും അതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട്. ഇവിടെ നിന്ന് അരി ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. ഈ അരിയൊക്കെ ഇവിടെ വിതരണം ചെയ്യാൻ കൊണ്ടുവന്നിട്ടുള്ള അരികളാണ്. അപ്പോൾ അത് ഗോഡൗണിൽ സൂക്ഷിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.